ഉൽപ്പത്തി കണക്കുകൾ. ബൈബിളിലെ ഉൽപ്പത്തി സംബന്ധമായ കണക്കുകളാണ് ഇന്നത്തെ എൻ്റെ സംസാര വിഷയം. മതസാഹിത്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇസ്ലാം മതം അനുസരിച്ച് അതിന് ഏതാണ്ട് 1400 വർഷത്തെ പഴക്കം, ക്രിസ്തു മതത്തിന് 2032 വർഷത്തെ പഴക്കം. ക്രിസ്തുവിൻ്റെ ഗ്രഹനിലയുടെ ഒരു കണക്കുണ്ട്. അതനുസരിച്ച് BC 7 യേശു ജനിക്കുന്നത്. അതിനാൽ 2026 കണക്കാം. ആദ്യം 7 = 2033. അപ്പം ക്രിസ്തുമതം ഉണ്ടായിട്ട് 2033. അപ്പോൾ ക്രിസ്തുമതം വീണ്ടും പറയാം, ഈ 29-30 വയസ്സ് ഏതാണ്ടാകുമ്പോഴാണ്, ക്രിസ്തുവിന് 30 വയസ്സാകുമ്പോഴാണ് പ്രഭാഷണം തുടങ്ങുന്നത്. അപ്പോൾ അതനുസരിച്ച് വീണ്ടും 30 കുറയ്ക്കണം. അപ്പോൾ 2033 30 വയസ്സ് കുറച്ചാൽ 2003 വർഷം ആയി ഇപ്പോൾ ക്രിസ്തുമതം ഉണ്ടായിട്ട് എന്ന് ഏറെക്കുറെ നമുക്ക് ചിന്തിക്കാം. യഹൂദ മതത്തിനാണെങ്കിൽ ആദ്യ മനുഷ്യനെന്ന് അവർ സങ്കല്പിക്കുന്ന ആദം മുതൽ കണക്കാക്കിയാൽ ഏതാണ്ട് 5800 ചില്ലാനം വർഷം, 6000 താഴെ വർഷം പഴക്കം മാത്രമേ ഉള്ളൂ. ഞാൻ ആദമിൻ്റെ മക്കൾ സേത്തും ആബേലും, കായനും ആബേലും പിന്നെ സേത്തുമിൻ്റെ കാര്യം മറ്റൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. കായൻ ആബേലിനെ എറിഞ്ഞു വന്നപ്പോൾ പിന്നെ ദൈവം കായനെ ശപിച്ചു. കായൻ പിന്നെ നോദ് ദേശത്ത് പോയി വിവാഹം കഴിച്ചു. അപ്പോൾ നോദ് ദേശമുണ്ടായിരുന്നു, അവിടെ ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ മൂന്നാമതൊരു മകൻ കൂടി ആദം നോവനും ജനിക്കുന്നു, സേത്തിൻ്റെ പരമ്പര തൊട്ടാണ് തുടങ്ങുന്നത്. ആദം മുതൽ അബ്രഹാം വരെയുള്ള കണക്കുകൾ എടുത്ത് നോക്കിയാൽ ഇതിവിടെ വ്യക്തമാക്കാൻ സാധിക്കും. ഇന്ന് മതഗ്രന്ഥങ്ങൾ അടച്ച പുസ്തകങ്ങളെല്ലാം അറിയേണ്ടതാണ്. ബൈബിൾ പ്രകാരമുള്ള ഉൽപ്പത്തിയുടെ കണക്കുകൾ വായിക്കുന്നത് വളരെ രസകരമായിരിക്കും. ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന 1 പേര്, 2 അവരുടെ അടുത്ത മകനുണ്ടാകുന്ന എത്രാമത്തെ വയസ്സിൽ മകനുണ്ടാകുന്നു, പിന്നെ എത്ര വർഷം ജീവിച്ചിരുന്നു, എന്നിങ്ങനെയാണ്. ആദമിന് 130 വയസ്സായപ്പോഴാണ് സേത്ത് ജനിക്കുന്നത്. ആദം 930 വയസ്സ് വരെ ജീവിച്ചിരുന്നു. സേത്ത് 105-ാമത്തെ വയസ്സിൽ ഏനോഷ് ജനിക്കുന്നു. മറ്റുള്ളവരുടെ വയസ്സാണ് ഞാൻ പറയുന്നില്ല, അത് വെറുതെ സമയം കളയണ്ട എന്ന് വിചാരിച്ചാണ്. ഏനോഷിന് 90 വയസ്സായപ്പോൾ കെയ്നാൻ ജനിച്ചു. കെയ്നാൻ 70 വയസ്സായപ്പോൾ മഹലാലേൽ ജനിച്ചു. മഹലാലേൽ 65 യാരദ് ജനിച്ചു. യാരദിന് 162 വയസ്സായപ്പോൾ ഹേനോക്ക് ജനിച്ചു. ഹേനോക്കിന് 65 മെത്തുശലഹ് ജനിച്ചു. മെത്തുശലഹിന് 187-ാമത്തെ വയസ്സിൽ ലാമക്ക് ജനിച്ചു. ലാമക്കിന് 182-ാമത്തെ വയസ്സിൽ നോഹ ജനിച്ചു. നോഹയ്ക്ക് 500-ന് ശേഷം മക്കൾ ഉണ്ടാകുന്നു എന്നാണ്. നോഹ ജീവിച്ചിരുന്നത് 950 വർഷം ജീവിച്ചിരുന്നു. നോഹിന് 3 മക്കളുണ്ടായിരുന്നു. അതിൽ ഷേമിൻ്റെയാണ് ഇവിടെ പറയുന്നത്. ഷേമിന് 100 വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ ഷേലാവ് ജനിച്ചു. ഷേലാവിന് 30 വയസ്സ് ആയപ്പോൾ ഏബർ ജനിച്ചു. ഏബറിന് 34 വയസ്സായപ്പോൾ പെലഹ് ജനിച്ചു. പെലഹിന് 30 വയസ്സായപ്പോൾ റവു ജനിച്ചു. റവുവിന് 32 വയസ്സായപ്പോൾ സെദു ജനിച്ചു. സെദൂക്കിന് 30 വയസ്സായപ്പോൾ നഹോർ ജനിച്ചു. നഹോറിന് 29 വയസ്സായപ്പോൾ തേരാവ് ജനിച്ചു. തേരാവിന് 70 വയസ്സായപ്പോൾ അബ്രഹാം ജനിച്ചു. അബ്രഹാം വരെ ഇത് കണക്കാക്കിയാൽ 1946 വർഷം ഇവരുടെ കണക്ക്. അതായത് ആദം മുതൽ അബ്രഹാം വരെ 1946 വർഷം. അബ്രഹാമിൻ്റെ ജീവിതകാലം BC 1900 എന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. ദൈവം ലോകം സൃഷ്ടിച്ച കണക്ക് എടുത്തു നോക്കിയാൽ 1946 അധികം 1900 അധികം 2026. ഇപ്പോൾ 25 കഴിഞ്ഞ് 26 ആയിരിക്കുന്നു. അപ്പോൾ 5872 വർഷം മുൻപാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. തേരാഹ് 250 വർഷം ജീവിച്ചു. പിന്നെ 19 വരെ പറഞ്ഞല്ലോ. അബ്രഹാമിന് 100-ാമത്തെ വയസ്സായപ്പോൾ ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിന്
ഇബ്രഹാം 175 വയസ്സ് വരെ ജീവിച്ചു. അബ്രഹാമിൻ്റെ കാലഘട്ടം ക്രിസ്തുവിന് മുൻപ് 1900 BC 1900. ഇങ്ങനെ എല്ലാം കൂടെ കണക്കാക്കി നോക്കിയാൽ 5872 വർഷമായി. അതായത് ഇനിയും ചില അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്താലും 6000 വർഷത്തിന് താഴെയേ ആയിട്ടുള്ളൂ ലോകം ഉണ്ടായിട്ട്. 9000 വർഷത്തെ പഴക്കം ഭാരത സംസ്കാരത്തിനുണ്ടെന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ സഹിതമുള്ള വിദഗ്ധർ പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്തെ ഒരു പത്രവാർത്ത കണ്ടിരുന്നു. 50,000 വർഷം പഴക്കമുള്ള മനുഷ്യൻ്റെ അസ്ഥികൂടം തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെടുത്തതായിട്ട്. ആ പത്രവാർത്ത ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നത്. ഭാരതീയ കാലഗണനകൾ കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഞാൻ പറയുന്നില്ല. 4,32,00,000 വർഷത്തിൻ്റെയൊക്കെ കണക്ക് വന്നിട്ടുണ്ട്. കലിയുഗത്തിന് 4,34,000 വർഷം, അതിൻ്റെ ഇരട്ടി ആണ് കൃത, ത്രേത, ദ്വാപര, കലിയുഗം. ദ്വാപര അതിനിരട്ടിയാണ്, അതിൻ്റെ 3 ഇരട്ടിയാണ് ത്രേതായുഗം, 4 ഇരട്ടിയാണ് കൃതയുഗം. അത് 4,34,000 മൾട്ടിപ്ലിസിറ്റി ആണ്. അത് ഞാനിവിടെ പറഞ്ഞ സമയം കളയുന്നില്ല. അത് വളരെ ഗഹനമായ വിഷയമാണ്. നമ്മുടെയൊക്കെ ബുദ്ധിക്കപ്പുറത്തുള്ളതാണ്. ഇസ്ലാമിക യഹൂദ ക്രിസ്തുമത പ്രകാരം ഈ ദുനിയ ദൈവമുണ്ടാക്കിയത് 5872 വർഷം മുമ്പാണ്.